Hi dear NEET repeaters. NEET 2026 നിങ്ങളെ ജേണി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി മീറ്റ് ചെയ്യാൻ പറ്റാത്തവർ വിഷമിക്കൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ട്രാക്കിൽ കയറാനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഫേർട്ട് എടുക്കുക, ഒന്ന് മോട്ടിവേഷൻ നിങ്ങൾ ഉള്ളിൽ നിന്ന് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഫേർട്ട് മാത്രം എടുത്താൽ മതി. നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള എഡ്യൂപോർട്ടിന്റെ ഒരു ഫീച്ചർ, ഒരു പ്രോഗ്രാം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ മാസം കേരളത്തിൽ ഉടനീളമുള്ള ആയിരക്കണക്കിന് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് എഡ്യൂപോർട്ട് മന്ത്ലി ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം എഴുതിയിരുന്നു. ഈ എക്സാമിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ NEET 2026 ആസ്പിരന്റ് ആയുള്ള സ്റ്റുഡൻസിന്റെ കൂടെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ഒരു ക്ലാസ് റൂമിൽ മറ്റുള്ളവരുടെ കൂടെ ഒരു കോമ്പറ്റീവ് മൈൻഡിൽ എങ്ങനെയാണോ നീറ്റ് നടക്കാൻ പോകുന്നത് അതേ പാറ്റേണിലുള്ള അതേ ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുകയും അതിനൊരു കോമൺ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നീറ്റ് ജേണിയിൽ നമ്മളുടെ പ്രോഗ്രസ് കൃത്യമായി രേഖപ്പെടുത്താൻ പറ്റും. നമ്മളുടെ വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. നമുക്ക് നമ്മളുടെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ബെഞ്ച് മാർക്ക് കിട്ടുകയും ചെയ്യും. സോ നിങ്ങളെ സംബന്ധിച്ചോളം ഓഫ്ലൈൻ എക്സാംസ്, അതായത് മോക്ക് എക്സാംസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്. അവസാന മാസങ്ങളിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓഫ്ലൈൻ എക്സാംസ് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതൊരു തെറ്റായ ധാരണയാണ്. നിങ്ങളെ ജേണിയിൽ തീർച്ചയായും നിങ്ങളെ ടെൻഷൻ ആയാലും എക്സാം ഹോളിലെ ആങ്സൈറ്റി ആയാലും മറന്നു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ എക്സാം നേരത്തെ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ മുഖവരകളൊക്കെ നമുക്ക് അവസാനിപ്പിച്ച് നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കിടക്കാം. കഴിഞ്ഞ മാസം നടന്ന ഫോട്ടോസ് എൻ്റെ പിറകിലുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ എക്സാം എഴുതി ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവര് വീണ്ടും കാണാം. നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ എഡ്യൂപോർട്ട് മന്ത്ലി ടെസ്റ്റ് നടക്കാൻ പോവുകയാണ്. EMT സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്നത് എപ്പോഴാണ്? യെസ്, 21st കേട്ടോ. 21st ആൻഡ് 21st ഒരു സൺഡേ ആണ്. നിങ്ങൾ അന്ന് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രോപ്പറായിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്യാം. 21st നിങ്ങൾ ഈ എക്സാം എഴുതുന്നു. മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. എന്ത് ഇവന്റ് ആണെങ്കിലും നിങ്ങൾ മാറ്റിവെക്കുക. രാവിലെ 10 മണി തൊട്ടിട്ട് 1 മണി വരെ നീറ്റ് എക്സാമിന്റെ അതേ ടൈമിങ്ങുള്ള ഒരു എക്സാം ആയിരിക്കും. കഴിഞ്ഞ തവണ എഴുതിയവർക്ക് പരിചയമുണ്ട്, എഴുതാത്തവർക്ക് വേണ്ടി പറയാണ്. ആൻഡ് കേരളത്തിൽ ഉടനീളമുള്ള 14 ജില്ലകളിലും ഡിഫറെന്റ് സെന്റേഴ്സിൽ ഈ എക്സാം സെന്റേഴ്സ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമുള്ള സെന്റേഴ്സിൽ രജിസ്റ്റർ ചെയ്ത് ഈ എക്സാം എഴുതുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ 3 കാറ്റഗറിയുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. അതായത് കഴിഞ്ഞ മാസം, അതായത് ഓഗസ്റ്റിൽ നടന്ന EMT രജിസ്റ്റർ ചെയ്യുകയും എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്ത സ്റ്റുഡന്റ് ആയിരിക്കും മേ ബി നിങ്ങൾ. എങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ചിൽ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൈയും വീശി വന്നാൽ മതി. നിങ്ങൾക്ക് അന്ന് കിട്ടിയ രജിസ്ട്രേഷൻ നമ്പറും ഹോൾ ടിക്കറ്റും തന്നെ മതി. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സെപ്റ്റംബർ എക്സാമിലേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് കൈ വീശി വന്നാൽ മതി. ഇനി രണ്ടാമത്തെ കാറ്റഗറി, രജിസ്റ്റർ ചെയ്തിരുന്നു ഓഗസ്റ്റിൽ, പക്ഷെ എക്സാം അൺഫോർച്ചുനേറ്റ്ലി എന്തോ റീസൺ കൊണ്ട് എഴുതാൻ പറ്റിയില്ല. ആ കൂട്ടർ എന്ത് ചെയ്യണം, താഴെ ഞാനൊരു ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ആ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഹോൾ ടിക്കറ്റും രജിസ്ട്രേഷൻ നമ്പറും എക്സാം സെന്റേഴ്സും എല്ലാം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. ഇനി ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ചില കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കേട്ടിരുന്നു പക്ഷെ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയവരോ അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചവരൊക്കെ ഉണ്ടാവും, ഒരു പേടി കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് സീരിയസ്നെസ് മനസ്സിലായല്ലോ. നിങ്ങൾ ഇത് എഴുതണം, നിങ്ങൾ ഇത് പേടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളിത് ഫേസ് ചെയ്യേണ്ട എന്നായാലും അത് മെയിൽ ഫേസ് ചെയ്യണോ, ഇപ്പോൾ ഫേസ് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുമോ, നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാത്തവര് ഫ്രഷ് ആയി രജിസ്റ്റർ ചെയ്യുക. ആൻഡ് ഫ്രഷ് ആയി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളൊരു 49 rupees എന്ത് ചെയ്യണം, അവിടെ പേ ചെയ്യണം. ഡോണ്ട് വറി, നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും ചെയ്യും. സോ ബേസിക്കലി ഇറ്റ്സ് എ ഫ്രീ എക്സാം. ഡോണ്ട് വറി, നിങ്ങൾക്ക് യാതൊരു കോസ്റ്റും ഇല്ല. ഇത് വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു മെത്തേഡ് വെച്ചെന്നുള്ളൂ. സോ ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ, കംപ്ലീറ്റ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. കണക്ട് ചെയ്താൽ കിട്ടുന്ന ഒരു നമ്പർ കൊടുത്തെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളെ ഫെലോ ആയിട്ടുള്ള ആരെങ്കിലും നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന, അത് എഡ്യൂപോർട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ സ്ഥാപനത്തിലായിക്കോട്ടെ, സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരായിക്കോട്ടെ, ഈവൻ റിപ്പീറ്റേഴ്സ് പോലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാം, കൂട്ടിയിട്ട് ഈ എക്സാം എഴുതാം. അവരോട് ഈ രജിസ്ട്രേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറയാം. നിങ്ങൾക്ക് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ആങ്സൈറ്റി ഒഴിവാക്കാനും പറ്റും. സോ നിങ്ങളുടെ ഗ്യാങ്ങിനും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. സോ 21st ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുക. മാർക്ക് യുവർ കലണ്ടേഴ്സ്. 21st കേരളത്തിലെ സെന്റേഴ്സിൽ വെച്ച് കാണാം. സോ ബി പ്രിപ്പയർഡ്. നിങ്ങളുടെ പരിശ്രമത്തിന് ഫലം ഉണ്ടാവും.